സുബ്രഹ്മണ്യ സ്വാമിക്കായി പണി കഴിപ്പിച്ചൊരു ക്ഷേത്രം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ദേവി കാർത്യായനിയെ പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രം. കുമാരനല്ല ഈ ഊരിൽ എന്നർത്ഥത്തിൽ ആ നാട് കുമാരനെല്ലൂർ എന്ന പേര് സ്വീകരിച്ചു. മധുര മീനാക്ഷി എങ്ങനെ കുമാരനെല്ലൂരമ്മയായി? കഥ കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഒരിക്കൽ മീനാക്ഷി അമ്മയുടെ മൂക്കുത്തി കാണാതെ പോയി. ഇതറിഞ്ഞ അവിടുത്തെ രാജാവ് പൂജാരിയെ ചോദ്യം ചെയ്തു. പൂജാരി അറിയാതെ ഇതെവിടെയും പോവില്ലെന്ന് അദ്ദേഹം വാദിച്ചു. പൂജാരിക്ക് 40 ദിവസത്തെ സമയം കൊടുത്തു. 40 ദിവസത്തിനുള്ളിൽ മൂക്കുത്തി കിട്ടിയില്ലെങ്കിൽ തക്കതായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു. പാവം പൂജാരി കുറേ അലഞ്ഞു, പക്ഷേ കിട്ടിയില്ല. 39-ാം ദിവസമായി. ആ രാത്രി കൂടി കഴിഞ്ഞാൽ തൻ്റെ കാര്യം പോക്കാണ്. ദേവിയെ വിളിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു പൂജാരി. അന്ന് രാത്രി മാതൃസ്വരൂപിയായ മധുര മീനാക്ഷി പൂജാരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്നും തനിക്ക് പിന്നാലെ പോന്നോളൂ എന്നും അരുളി ചെയ്തു. ഓടിയെത്തിയ ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും അവിടെ പ്രതിഷ്ഠിക്കാനിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ വൈക്കത്തടുത്തുള്ള ഉദയനാപുരത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു.